8,40,000 രൂപ. 8,40,000 നമ്പറൊക്കെ ആക്കിയിട്ടാണ് 7,40,000 റേറ്റ് അഡ്ജസ്റ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം വന്നാൽ ഫുള്ള് ലോണിലാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി വിത്ത് ഫുൾ ലോണിലാണ്. മോഡൽ പറഞ്ഞ 2018 മോഡല് നമുക്ക് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. 4x4 ഓട്ടോമാറ്റിക് ആണ്. 4,15,000 നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബൈക്കിന്റെ പ്രൈസിൽ കൊണ്ടുവരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അതും മോഡലിന്റെ ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ആണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ഉണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീണ്ടും PMA കാസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്വിഫ്റ്റിന്റെ പ്രൈസിന് നമുക്ക് ഇന്നോവകള്, ക്രിസ്റ്റകള്, ഫോർച്യൂണർ കിട്ടുന്നതാണ്. അപ്പൊ സാധാരണക്കാരന് വലിയ വണ്ടികൾ ചെറിയ പ്രൈസിൽ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്തവണ നമുക്ക് ചെറുവാഹനങ്ങളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നോവ, ഫോർച്യൂണറുകൾ, 7 സീറ്റുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കൂടുന്ന ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അൻവർക്കാണ്. അൻവർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അവർക്ക് നമ്മളെ PMA കാസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൊറയൂരാണ്. അപ്പൊ വീഡിയോയിൽ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ ചെറിയ ബഡ്ജറ്റ് ഫോർച്യൂണർ, ക്രിസ്റ്റ, അതേപോലെ ഇന്നോവ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം വന്നാൽ മതി. അപ്പൊ അത്രയും ചെറിയ പ്രൈസിനാണ് നമുക്ക്, കാരണം നമുക്ക് അത്യാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ഇവിടുത്തെ വാഹനങ്ങൾ. അപ്പൊ ഫസ്റ്റ് തന്നെ നാള് 3 കരിമ്പുലികൾ നമുക്കുണ്ട്. 3 നല്ല കിഡിലം ഫോർച്യൂണറുകൾ, GR കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു അൻവർക്ക മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ബ്ലാക്ക് കളറിലുള്ള വാഹനമാണ്. ഓക്കെ, തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 1,30,35,000 വിത്ത് സർവീസ് റെക്കോർഡുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പൊ സിംഗിൾ ഓണർ ആണ്. അത് നമുക്ക് 2 വീൽ ഓട്ടോമാറ്റിക് അല്ല, 2 വീൽ ഓട്ടോമാറ്റിക്, ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 2 വീൽ ഓട്ടോമാറ്റിക്. നമുക്ക് അൻവർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? യാതൊരുവിധ റീപ്ലേസ് ഇല്ലാത്ത വാഹനം, നല്ലൊരു ക്വാളിറ്റി പ്രൈസ് വാഹനമാണ്. ഇത് നമുക്ക് 21,40,000 രൂപയ്ക്ക് വിത്ത് NOC കൊടുക്കാം. 21 സംതിങ് ആണ്. അതും നമുക്ക് NOC പ്രൈസ് ആണ്. നമുക്ക് നമ്പറൊക്കെ ആക്കി കഴിഞ്ഞാൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം അല്ല. അടുത്ത് വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്ക് തന്നെ ഒരു GR കിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 മോഡൽ തന്നെയാണ്, സിംഗിൾ ഓണർ ആണ്. പക്ഷെ ഇത് കിലോമീറ്റർ കുറച്ച് കൂടുതൽ, 2 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. കുറച്ച് അതൊന്നും ഒരു പ്രശ്നമില്ല, സർവീസ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ 21,40,000 വെക്കുമ്പോൾ നമ്മൾ 19,40,000 വെക്കുന്നുണ്ട്. 2-3 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് ഈ വാഹനത്തിലുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടിയാണ്. കമ്പനിയിൽ എവിടെ വെച്ചാൽ കണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഫുൾ ആയിട്ട് ഷോറൂമിൽ എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലെ. എങ്കിൽ വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ തന്നെയാണ്. ഇതിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് അൾട്രേഷൻ കാര്യങ്ങൾ അഡീഷൻ ഫിറ്റിംഗ് അത്യാവശ്യം നല്ല ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലെ. നമുക്ക് അത് എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡല്, ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ഇത് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം 13 ലക്ഷം രൂപക്ക്. 13 ലക്ഷം രൂപ. ഇത് എങ്ങനെ 2 വീൽ മാനുവൽ വണ്ടിയാണ്. 2 വീൽ മാനുവൽ ആണ്. അത് നമുക്ക് കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കുന്ന പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത്. ചെറിയ തട്ടുമുട്ട് ബോണറ്റ് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറച്ച് നേരിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി അതല്ല വൈറ്റ് തന്നെ വേണമെന്നുള്ളവർക്ക് നമുക്ക് 2 വൈറ്റ് ഉണ്ട്, ഒരു ലെജൻഡർ വരുന്നുണ്ട്, ഒരു ഫോർച്യൂണർ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? റയർ പീസ് ആണ്. 2015 മോഡല് 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു 2 വീൽ ആണെങ്കിൽ 4x4 ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 15 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, 2 സംതിങ് ഓടിയിട്ടുണ്ട്. വേറെ മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയാണ്. ഇത് നമുക്ക് വിത്ത് NOC 12,50,000 രൂപ കൊടുക്കാം. അപ്പൊ ഒരു 4x4 ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് ആണ് പറഞ്ഞത് 12,50,000 രൂപക്കാണ് 4x4 ഓട്ടോമാറ്റിക്. ഓഫർ പ്രൈസ് ആണ്. അതും റയർ പീസ് വാഹനമാണ്. മിസ്സാക്കേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളിട്ടോ. അടുത്ത നമുക്കൊരു ലെജൻഡർ അല്ല, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി നല്ല ഫാൻസി നമ്പറൊക്കെ ചെയ്ത വണ്ടിയാണ്. രജിസ്ട്രേഷനും നമ്പറൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക, 2 ഒരേ മാച്ചിൽ തന്നെ ഇവര് എടുത്തിട്ടുണ്ട്. അതും ഡോൾ ടൂൺ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് ഏകദേശം ഫുള്ള് ലോൺ കിട്ടും. 25,40,000 കൊടുക്കാം. അപ്പൊ ഇതൊരു ഒറിജിനൽ കേരള ഫോർച്യൂണർ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. കൂടെ തന്നെ നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ലോണിലാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി വിത്ത് ഫുൾ ലോണിലാണ്. മോഡൽ പറഞ്ഞ 2018 മോഡല് നമുക്ക് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. PMA കാസിൽ പൊതുവെ വലിയ കാറുകളാണ് ഉണ്ടാവുക. ഇത്തവണ നമുക്ക് മഴക്കാലൊക്കെ ആയതുകൊണ്ട് ചെറിയ ബഡ്ജറ്റുള്ള ഓട്ടോമാറ്റിക്കുള്ള ചെറുകാറുകൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മാരുതിയുടെ ഒരു വാഹനമാണ്, മാരുതി സുസുക്കി സെലേറിയോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡലാണ്, ഒറിജിനൽ കേരളയാണ്.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു 65,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വിത്ത് സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. അപ്പൊ 65,000 ഓടിയിട്ടുള്ളൂ, 17 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്, അതും AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. മൈലേജ് ആണെങ്കിൽ ഒരു 15-16 മൈലേജും കിട്ടും. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 3,65,000 3,65,000. അപ്പൊ ട്രാക്ക് ഒക്കെ ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. മാക്സിമം നമുക്ക് ട്രാക്കിന്റെ ഫുൾ ഓണിന് ഇറങ്ങാം. അടുത്ത വീണ്ടും നമുക്കൊരു മിനി SUV ടൈപ്പ് വാഹനം, അതും നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് തന്നെ ഒരു റെനോ കിഡ് ക്ലൈംബർ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. എങ്ങനെയാണ് അവർക്ക് അതിന്റെ മോഡൽ? 2018 മോഡൽ RXT ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ഓക്കെ, ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം, 2,65,000 കൊടുക്കാം. 2,65,000. ഇപ്പൊ ഒരു ബുള്ളറ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഓട്ടോമാറ്റിക് കാറും ഉണ്ടാകാം. അത് മാക്സിമം ഫുൾ ഓൺ കിട്ടും. മാക്സിമം ഫുൾ ഓൺ 18 മോഡൽ ആയതുകൊണ്ട് ഫുൾ ഓൺ കിട്ടാൻ ഫുൾ ഓൺ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബൈക്കിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അതും മോഡലിന്റെ ഡിപ്പെൻസ്, ചെറിയ കിലോമീറ്റർ ആണ്, ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ഉണ്ടാവും. അടുത്ത് വീണ്ടും നമ്മൾ ജമൻഡൽ ഐറ്റം ആണ്. ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു കിടില ഐറ്റം വരുന്നുണ്ട്. അത് നമുക്ക് കേൾട്ടൺ BL നമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കേരളമാണ് വണ്ടി, റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. റീ രജിസ്റ്റേർഡ് ആണ്. നമുക്ക് കേൾട്ടൺ BL നമ്പറൊക്കെ ആയിട്ടുണ്ട്. മോഡൽ കാര്യങ്ങളൊക്കെ 2018 മോഡല് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. നല്ലൊരു ഓഫർ പ്രൈസിന് 18 വണ്ടി നമ്പർ ആയ വണ്ടി നമുക്ക് കൊടുക്കുന്നത് 14,45,000 രൂപ. 14,40,000. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. G4 ഓട്ടോമാറ്റിക് 18 മോഡൽ. പക്ഷെ 360 ക്യാമറ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടൈപ്പ് 2 ആണ് വരുന്നത്. അതും വിത്ത് നമ്പറിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണ് നിങ്ങൾ 14,40,000 രൂപ. 45,000 രൂപ. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ക്വാളിറ്റി അത്രയും ഗ്യാരണ്ടി പറയാം. അടുത്തൊരു 7 സീറ്റർ വണ്ടിയാണ്. നമുക്കൊരു 16 മൈലേജ് കിട്ടുന്ന ഡീസലില് ഒരു മഹീന്ദ്ര TUV 300 വൈറ്റ് ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അവർക്ക് എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? മോഡലുണ്ട്, അത്യാവശ്യം മൈലേജും കിട്ടും. എംബോക്ക് എഞ്ചിനാണ് വരുന്നത്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 4,40,000 കൊടുക്കാം. ഒരു 7 സീറ്റർ ഡീസൽ വണ്ടിന്റെ പ്രൈസ് ആണ് 4,40,000. അത് ട്രാക്ക് ഒക്കെ ഫുൾ ഓണർ കൊണ്ടുപോയി ചെയ്യാം. അടുത്ത നമുക്ക് ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ്, അതും ബ്ലാക്കില് ഒരു ഓൾട്ടോ ഒക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഈ ഒരു മഴക്കാലത്ത് ചെറിയൊരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2010 മോഡലാണ്, 2030 വരെ പേപ്പർ ഉണ്ട്. VDI ആണ്, ഡീസൽ ആണ്. നമുക്ക് 1,95,000 കൊടുക്കാം. 1,95,000 ഒരു ഓൾട്ടോന്റെ പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാം. അത് ഡീസലാണ്. 30 വരെ നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു കിഡ്ലം വണ്ടി, അതും വിത്ത് ഫാൻസി നമ്പർ. ദെൻ അഗൈൻ നമുക്ക് ഒരു ഇനോവ വരുന്നുണ്ട്. അതും ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത്രയായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, പക്ക സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? V ആണ്, 8 സീറ്റ് വണ്ടിയാണ്. വീൽ 8 സീറ്റ് റയർ ആണ്, 2010 മോഡല്. ഇത് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഓഫർ പ്രൈസ് 4,15,000 കൊടുക്കാം. 4,15,000 നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ പുതിയ പേപ്പർ എടുത്ത് നമ്പർ ആക്കി കൊടുക്കും. പുതിയ പേപ്പർ എടുത്ത് നമ്പർ ആക്കിയിട്ട് 4,15,000 നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതും സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടുള്ള അതിന്റെ ചാർജ് നമ്മൾ ടൈപ്പ് 4 ആക്കി കൊടുക്കാം. ആക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് നമുക്കൊരു അൾട്രേഷൻ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്കൊരു കിടില ഐറ്റം ആണ്. നമുക്ക് ഹോണ്ട അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഓട്ടോമാറ്റിക് വണ്ടി, CVT ഗിയർ ബോക്സ് ആണ്. പക്ക അന്നൊരു പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2010 മോഡല്, 2030 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് 3,25,000 കൊടുക്കാം. 3,25,000 അത് നമുക്ക് പുതിയ നമ്പർ, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 30 വരെ പേപ്പർ എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് പ്രൈസ് 3,25,000. അടുത്താണ് നമുക്കൊരു XS4 ആണ്. മാരുതിന്റെ ഒരു കിള്ള ഐറ്റം ആണ്. കാരണം ഇതിന്റെ ഒരു അട്രാക്ഷൻ ഇത്ര വലിയൊരു വാഹനമാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജും നല്ല സ്പേസും നമുക്കൊരു സാധാരണ ഒരു XC ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി SX4. ഡീസൽ അല്ല വണ്ടി വരുന്നത്. ഡീസൽ 11 മോഡൽ VDI ആണ്. ഇത് 1,80,000 കൊടുക്കാം. 1,80,000 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. എങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ ആണ്. നേരത്തെ നമ്മളൊരു 5 ഫോർച്യൂണർ പരിചയപ്പെട്ടിരുന്നു. അതിലേക്ക് തവണ വീണ്ടും നമുക്കൊരു കിട്ടുന്ന ഐറ്റം വൈറ്റ് ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു? 2011 മോഡല്, സിംഗിൾ ഓണർ ആണ്. കേരളത്തിൽ എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. 8,40,000 രൂപ. 8,40,000. ഇത് 4x4 മാനുവൽ വണ്ടിയാണ്. ചെറിയ പ്രൈസിനാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് എടുക്കുന്ന വണ്ടിയാണ്.
ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ടാണോ NOC ആണ്? നമ്പർ ആക്കിയിട്ട് 840 കൊടുക്കും. നമ്പർ ആക്കിയിട്ടാണ് 8,40,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. അതും 4x4 ആണ്. നമുക്കൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിൽ നമുക്കൊരു 4x4 വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അടുത്ത നമുക്ക് ടൊയോട്ട കൊറോള ഓൾട്ടിസ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. 11 ലാസ്റ്റ് 12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് CVT ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആണ്. CVT ആണ്. സോ നല്ല കംഫർട്ട് ഉണ്ടാവും. ഒരു പ്രീമിയം സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് CNG ഒക്കെ ആഡ് ചെയ്താൽ നല്ല കിഡിലായിട്ട് കൊണ്ടെടുക്കും ചെയ്യാം. ബട്ടർ ഷാർട്ട് വരുന്ന VL ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ആൾട്ടിസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും ഒരു പ്രീമിയം സെഗ്മെന്റിൽ വന്നിരുന്ന CVT ഓട്ടോമാറ്റിക്കൽ വരുന്ന ഒരു വാഹനമാണ്. അൻവർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 3,40,000 കൊടുക്കാം. 2011 വിത്ത് കേരള നമ്പർ, പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു പ്രൈസിൽ ഉണ്ടാകാം. അത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 3,40,000 രൂപ വിത്ത് നമ്പർ ആക്കിയിട്ട് കേട്ടോ. എങ്കിൽ നമുക്കൊരു ടൈപ്പ് 4 വരുന്ന ഒരു കിട്ടില്ല ഇന്നോവയാണ്. അത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. ചെറിയ തട്ടുമുട്ട് ബോണറ്റ് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ്. 2014 മോഡലാണ്. 5th ഓണർ ആയിട്ടുണ്ട്. 6 ലക്ഷം രൂപ ഫിക്സഡ് പ്രൈസ് നമുക്ക് ഈ വണ്ടി കൊടുക്കും. 6 ലക്ഷം രൂപ അത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ്. അതിൽ നമുക്ക് നെഗോഷിയേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കേരള നമ്പർ ആയ വണ്ടിയാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടി. ഒരു പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 2014 ഫസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം 7 ലക്ഷം 7 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും ഇല്ല അല്ല. അടുത്ത് വീണ്ടും നമുക്ക് ഒരു ഫോർച്യൂണർ തന്നെയാണ്. അതും ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു അൻവർക്ക മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2010 മോഡല്. 10 മോഡല് 4x4 മാനുവല്. പുതിയ പേപ്പറൊക്കെ എടുത്ത് കൊടുക്കും. 2030 പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു 7,40,000 കൊടുക്കും. അപ്പൊ നമ്പറൊക്കെ ആക്കിയിട്ടാണ് 7,40,000. അതും ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് 7,50,000 രൂപ. 40,000 കൊടുക്കും. 40,000 നമുക്ക് കൊടുക്കാം വിത്ത് 4x4 വണ്ടി കിട്ടും. അടുത്താണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ അത്യാവശ്യം മൈലേജും എന്നാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം ഡിക്ക് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ ടൊയോട്ട എത്തിയോസ്. കാരണം നമുക്ക് KL 84 ഇവിടെ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? 2012 മോഡല്. 12 മോഡല് അല്ലേ? GD ആണോ വരുന്നത്? GD. AC പവർ സ്റ്റിയറിംഗ് പെർമിറ്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നമ്പർ ആയിട്ടുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,85,000 2,85,000 ചെറിയൊരു പ്രൈസിൽ നമുക്ക് ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അടുത്താണ് നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഐട്ടൺ. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. കൊടുവള്ളി രജിസ്ട്രേഷനിൽ. ഇത് ഏതായിരുന്നു? ഡീസലാണോ പെട്രോൾ അല്ല? ഈ ഒരു മോഡൽ പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അല്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2011 മോഡല്. പുതിയ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. എയർ ഓപ്ഷൻ ആണ്. ഫ്രണ്ട് 2 ഡോർ വിൻഡോ വരും. ഒരു മഴക്കാലൊക്കെ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. 1,60,000 കൊടുക്കാം. ചെറിയൊരു പ്രൈസ് നമുക്ക് ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഫാമിലി കാർ നോക്കുന്നവർക്ക് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാൻ പറ്റൂല. അടുത്താണ് വീണ്ടും നമുക്കൊരു കിഡിലെ ഇന്നോവയാണ്. സിൽക്കി ഗോൾഡ് ആണ്. അത്യാവശ്യം നല്ല നമുക്ക് കുറച്ച് ആർഭാടായിട്ട് തന്നെ അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെഡ് ലാമ്പ് നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. GR കിറ്റ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്കേറ്റിങ്ങോട് കൂടിയുള്ള ബമ്പേഴ്സ് വന്നിട്ടുണ്ട്. സൈഡ് സ്കേറ്റിംഗ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കുന്നത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. റൂഫ് കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. അൻവർക്ക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡലാണ്. 2012 മോഡൽ. ഏതായിരുന്നു ഓപ്ഷന്? ഇത് V ആണ് വണ്ടി. V ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അഡീഷണൽ നമുക്ക് ഒത്തിരി ഫിറ്റിംഗ്സും ചെയ്തൊരു വാഹനമാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ. 190. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ല? എഞ്ചിനൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. അന്നർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 7,25,000 ചെറിയൊരു പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമുക്ക് ഈ വരുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു ഡെയിലി യൂസിന് നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല കംഫർട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിസാന്റെ സണ്ണി എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ഡ്രൈവിൽ 22-24 വരെയൊക്കെ മൈലേജ് കിട്ടും. നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത് ന്യൂ ഫേസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലെ? സിൽവർ ഫിനിഷിംഗ് ആണ്. കേൾട്ടൺ BG നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2016 മോഡൽ. ഡീസൽ XC വേരിയന്റ് ആണ് വരുന്നത്. ഒറിജിനൽ വണ്ടി റിയ ആണ്. പക്ഷെ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അതും നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ന്യൂ ഷേപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ 1,40,000. 140. അൻവർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 2,80,000 കൊടുക്കാം. 280. ചെറിയ ഫുൾ ഓണും ചെയ്യാം. അത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ള 14 വരെ മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം. അടുത്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഓൾട്ടിസ് ആണ്.
അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 2013 മോഡൽ. ഒറിജിനൽ കേരള 2013 മോഡൽ വിത്ത് ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 13 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ്. 4,65,000 കൊടുക്കണം. 4,65,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ, പക്ക ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള വണ്ടി തന്നെയല്ലേ? അത്രയും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിന് ഓൾട്ടിസ് നോക്കുന്നവർക്ക് അത് ഒറിജിനൽ കേരള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. കിഡിലൻ ഓൾട്ടിസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റാണ്. അത് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. അൻവർക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2014 മോഡല്, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത, നിലവിൽ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി, ഫാൻസി നമ്പർ ഉണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 5,10,000 ഡീസൽ വണ്ടി, മാനുവൽ. ഡീസൽ മാനുവൽ ആണ്. 5,10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അതിൽ നമുക്ക് GTRന്റെ നല്ല കിറ്റ്, നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ് 17 ഇഞ്ച് അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. നല്ല കിഡിലും ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 5,10,000 രൂപക്ക് അത് നമുക്ക് നമ്പറൊക്കെ ആയിട്ടുള്ള ഡീസൽ വണ്ടി കേട്ടോ. അത് വീണ്ടും നമുക്കൊരു അക്കോർഡ് തന്നെയാണ്. നേരത്തെ ഒരു വൈറ്റ് ഫിനിഷിംഗ് പരിചയപ്പെട്ടിരുന്നു. ഇനി ബ്ലാക്ക് തന്നെ വേണമെന്നുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കിഡിൽ ഐറ്റം ആണ്. അൾട്രേഷൻ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയൊന്നും അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2010 മോഡലാണ്. 2030 വരെ പേപ്പർ എടുത്തിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് കൈകിട്ടൊന്നും വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ വൃത്തിയാണ്. പക്ഷെ വണ്ടി പക്കാ നീറ്റാണ്. ഫുള്ള് ചെക്ക് ചെയ്യാൻ, വർഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഇന്റീരിയർ കണ്ടാൽ നമുക്ക് ആ ഒരു നീറ്റ്നെസ് ഒക്കെ മനസ്സിലാവും. അത്രയും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. CVT ഓട്ടോമാറ്റിക് ആണ്. പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി. കേരളത്തിലൊക്കെ ഓൾറെഡി നമ്പറൊക്കെ ആയ വണ്ടിയാണ്. അവർക്ക് എത്ര വലിയ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 3,25,000 കൊടുക്കാം. 3,25,000 വിത്ത് നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്പറൊക്കെ ആയ ഈ പ്രൈസാണ് 3,25,000 രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്നു PMA കാസിലായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, അതായത് മലപ്പുറം ജില്ലയിലെ മൊറയൂരാണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. PMA കാസ് നമ്മളെ ഈ ഇൻസ്റ്റ അടിച്ച് നോക്കിയാൽ നമുക്ക് ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ ലൊക്കേഷന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തും ചെയ്യാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്ററൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഷോറൂമാണ് നമ്മൾ PMA കാസ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് സൈനിങ് ഓഫ്.